aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ജീവിതം ഒരു യുദ്ധക്കളത്തിന് സമാനമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് അനേകം യുദ്ധങ്ങൾ നേരിടേണ്ടി വരും. യുദ്ധങ്ങൾ പലതരത്തിലും കടന്നു വരാം. അനേകം പ്രതിസന്ധികളും ജീവിതത്തെ ആടിയുലയ്ക്കാം. രോഗങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കാം. സാമ്പത്തികമായ പ്രതിസന്ധികളാൽ നാം തളർന്നു പോകാം. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ധാരാളം കൈപ്പേറിയ അനുഭവങ്ങളും വേദനകളും വന്നു ചേരാം. ജീവിത ഭാരങ്ങളിൽ തളർന്നു പോകുമ്പോൾ നാം ഉറച്ചു പറയേണ്ട വചനമാണ്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന്. ഈ വചനം പറഞ്ഞത് ദൈവം തന്നെയാണ്. ഇത് പറഞ്ഞത് അബ്രഹാമിനോടാണ്. സ്വന്തം ചർച്ചക്കാരെയും ദേശത്തെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുവാൻ യഹോവ ആജ്ഞാപിച്ചപ്പോൾ എല്ലാം വിട്ടിറങ്ങി തിരിച്ചവനാണ് അബ്രഹാം. അങ്ങനെ യാത്ര ചെയ്ത് അബ്രഹാമും സാറായും മമ്രയുടെ തോപ്പിൽ കൂടാരമടിച്ച് താമസിച്ചു. അബ്രഹാം എവിടെയൊക്കെ കൂടാരമടിച്ചോ അവിടെയൊക്കെയും യഹോവയ്ക്ക് യാഗപീഠം ഒരുക്കി, യാഗം കഴിച്ചു. യാഗപീഠം കർത്താവാണ്, പ്രാർത്ഥനയാണ്, ആരാധനയാണ്. അബ്രഹാം കർത്താവിനോട് കൂടെ വസിച്ചു. നമ്മുടെ വാസം കൂടാരത്തിലായാലും മണിമാളികയിൽ ആയാലും ഇവയൊക്കെ വിട്ട് നാം പോകേണ്ടി വരും. ആ ഓർമ്മയിൽ വേണം നാം ജീവിക്കുവാൻ. എന്നാൽ ഈ കൂടാരം വിട്ടാലും നമുക്ക് ഒരു നിത്യ നഗരം ദൈവം ഒരുക്കിയിരിക്കുന്നു. അതിനാൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു എന്ന് 2 കൊരിന്ത്യർ 5:1 നാം വായിക്കുന്നു. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്ത് യാഗം കഴിച്ച് ദൈവ സാന്നിധ്യത്തോടെ ജീവിച്ചു. മമ്രയുടെ തോപ്പിൽ അതിഥികളായി എത്തിയ 3 പുരുഷന്മാരെ അബ്രഹാം ഓടിച്ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ച് സ്വീകരിച്ചു. 3 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പമുണ്ടാക്കുവാൻ അബ്രഹാം ഭാര്യ സാറയോട് പറഞ്ഞു. മാത്രമല്ല നല്ലതും ഇളയതുമായ പശുക്കിടാവിനെ പിടിച്ചു കൊടുത്ത് അതിനെ പാകം ചെയ്യുവാനും പറഞ്ഞു. ദീർഘകാലങ്ങളായി കുഞ്ഞുങ്ങൾ ഇല്ലാത്ത 99 വയസ്സായ അബ്രഹാമിനെയും 89 വയസ്സുള്ള സാറയെയും യഹോവ അനുഗ്രഹിച്ചു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് അവർ പറഞ്ഞു. ഇത് കേട്ട് സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അവൾ പുറമേ ചിരിച്ചില്ല എങ്കിലും സകലവും അറിയുന്ന ദൈവം അവളുടെ ഉള്ളു മനസ്സിലാക്കി ചോദിച്ചു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന്. ഉൽപ്പത്തി 18:14. ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് അല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ലക്ഷക്കണക്കിന് ഇസ്രായേലിയരെ ഒരാൾ പോലും നഷ്ടപ്പെടാതെ ചെങ്കടൽ കടത്തി അക്കരെ എത്തിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. കടലിൽ ഏത് തിരമാലയും നീന്തി കടക്കുവാൻ പ്രാപ്തിയുള്ള ഫറവോന്റെ സൈന്യത്തെ ഒരാൾ പോലും രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ മുക്കിക്കളയുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞു. ശോർ മരുഭൂമിയിൽ നീരുറവയെ തുറക്കുവാനും വിശന്നപ്പോൾ മന്ന പൊഴിക്കുവാനും ദൈവത്തിന് കഴിഞ്ഞു. അബ്രഹാം 3 ദൈവപുരുഷന്മാർക്ക് 3 ഇടങ്ങഴി മാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കൊടുത്തു. ഓരോ പുരുഷനും ഓരോ ഇടങ്ങഴി വീതം. ദൈവം ദാനമായി മന്ന പൊഴിച്ചപ്പോൾ ഓരോരുത്തരോടും ഓരോ ഇടങ്ങഴി വീതം എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. അബ്രഹാം ഭൂമിയിലെ അപ്പം നൽകിയപ്പോൾ ദൈവം സ്വർഗത്തിലെ മന്ന നൽകി. അബ്രഹാം കാളയെ കൊന്ന്
പാചകം ചെയ്ത് അളവില്ലാതെ ദൈവപുരുഷന്മാർക്ക് നൽകിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് അളവില്ലാതെ ദൈവം കാടപ്പക്ഷികളെ നൽകി. തേനും പാലും ഒഴുകുന്ന കനാൻ നാട് നൽകി. ഈ ദൈവത്തിന് സകലവും സാധ്യമാണ്. യഹോവയുടെ യാഗപീഠത്തിൽ എന്നും വസിക്കാം. പ്രതിസന്ധികൾ എന്തും വരട്ടെ, എന്നും എപ്പോഴും നമുക്ക് പറയാം, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.